100 കോടി വർഷങ്ങൾ എന്തിനാണെന്നല്ലേ? ഒരു തുള്ളി ക്രൂഡ് ഓയിൽ ഭൂമിക്കടിയിൽ സ്വമേധയാ രൂപപ്പെട്ടു വരാൻ വേണ്ടിവരുന്ന ഏകദേശ സമയമാണിത്. പെട്രോൾ ശേഖരം ഭൂമിക്കടിയിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ 30 ദിവസത്തെ ഡ്രില്ലിങ്ങിലൂടെയാണ് അത് പുറത്തെത്തിക്കുന്നത്. നൂറുകണക്കിന് എഞ്ചിനീയർമാരുടെ സാന്നിധ്യവും ഇതിനാവശ്യമുണ്ട്. നിലവിൽ ലോകത്ത് കണ്ടെത്തിയ മുഴുവൻ ഇന്ധന ശേഖരവും ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലെ ലോകം ഉപയോഗിക്കുകയാണെങ്കിൽ കേവലം 46 വർഷത്തെ ശേഖരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തിനാ ഇത് പറയുന്നതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിൽ കേവലം 40 ദിവസം കൊണ്ട് കത്തിച്ചു കളഞ്ഞത് 2 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ്. 2 കോടി ബാരൽ എന്നത് 103 VLCC ഭീമൻ കപ്പലുകളിൽ ഉൾക്കൊള്ളാവുന്നത്ര ക്രൂഡ് ഓയിലാണ്. ഒരു VLCC കപ്പലിന് ഈഫൽ ടവറിൻ്റെ അത്ര നീളമുണ്ട്. അങ്ങനത്തെ 103 കപ്പലുകളിൽ ഉൾക്കൊള്ളുന്നത്ര ക്രൂഡ് ഓയിലാണ് വെറുതെ നശിപ്പിച്ച് കളഞ്ഞത്. നിലവിൽ ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരം കണ്ടെത്തിയ രാജ്യങ്ങളിൽ ആദ്യത്തെ 5-ലുള്ളത് വെനസ്വേല, സൗദി, കാനഡ, UAE എന്നീ രാജ്യങ്ങളാണ്. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ നിന്ന് 73 ലിറ്റർ പെട്രോളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 15 കിലോമീറ്റർ മൈലേജുള്ള ഒരു കാറിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 2 തവണ സഞ്ചരിക്കാവുന്നത്ര പെട്രോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെടുന്ന ഈ അമൂല്യ ദ്രാവകത്തിൻ്റെ 2 കോടി ബാരലാണ് കേവലം 40 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ നശിപ്പിക്കപ്പെട്ടത്.